ഹായ് ഓൾ, കർമ്മയോഗ ആൻഡ് വർക്ക് എത്തിക്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ്, കർമ്മയോഗ. കർമ്മയോഗ എന്നതിനെ കർമ്മമാർഗ എന്നും വിളിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ 4 ക്ലാസിക്കൽ സ്പിരിച്വൽ പാത്സ് ഇൻ ഹിന്ദുയിസം. ഹിന്ദുയിസത്തിലെ 4 സ്പിരിച്വൽ പാത്സിൽ പെടുന്ന ഒന്നാണ് കർമ്മയോഗ അല്ലെങ്കിൽ കർമ്മമാർഗ. മറ്റു 3 ജ്ഞാനയോഗ, ഭക്തിയോഗ, രാജയോഗ എന്നിവയാണ്. കർമ്മ എന്ന വാക്കിന് അർത്ഥം ടു ഡു സംതിങ് ഓർ സം ആക്ഷൻ എന്നാണ്. കർമ്മയോഗ മോക്ഷയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്തായിട്ടാണ് കാണുന്നത്. മോക്ഷ മീൻസ് സ്പിരിച്വൽ ലിബറേഷൻ. എന്തിലൂടെ? ത്രൂ വർക്ക്സ്. അവനവൻ ചെയ്യേണ്ടതായിട്ടുള്ള ചില വർക്കുകളുണ്ട്, ചില ഡ്യൂട്ടീസ് ഉണ്ട്. അത് ചെയ്യുന്നതിലൂടെ മോക്ഷയിലെത്തുക. കർമ്മ എന്ന് പറഞ്ഞാൽ താൻ ചെയ്യേണ്ട വർക്കുകൾ, താൻ ചെയ്യേണ്ട വർക്കുകൾ, അതിനെയാണ് കർമ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. സോ ആ വർക്കിലൂടെ മോക്ഷയിലേക്ക് എത്തുക, അതാണ് കർമ്മയോഗ. കർമ്മയോഗ ഈസ് ദ യോഗ ഓഫ് ആക്ഷൻ ഓർ വർക്ക്. ഇറ്റ് ഈസ് എ മെൻ്റൽ ഡിസിപ്ലിൻ that allows a person to carry out his or her duties as a service to the entire world. ഒരു വ്യക്തി ചെയ്യുന്ന ആ ഓരോ ഡ്യൂട്ടീസും ഈ ലോകത്തിനോടുള്ള ഒരു സർവീസായിട്ട് ആണ് ചെയ്യേണ്ടതെന്ന്. അതായത് നമ്മൾ റിവാർഡ്സ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ കർമ്മയിൽ ഫോക്കസ് ചെയ്തിട്ട് ആ കർമ്മ ലോകത്തിന് മുഴുവൻ നന്മ നൽകേണ്ട ഒന്നാണ് എന്ന് കണ്ടു വേണം ആ ഡ്യൂട്ടി ചെയ്യാൻ. മനസ്സിലായോ? ഫ്രൂട്ട്സ് ഒന്നും, റിസൾട്ട്സ് നമ്മൾ പ്രതീക്ഷിക്കാതെ ചെയ്യേണ്ട കാര്യങ്ങളെ പൂർണ്ണ മനസ്സോടെ ചെയ്യുക. അതൊരു സർവീസ് ടു ദ എൻറ്റയർ ഹ്യൂമാനിറ്റി ആയിട്ട് കാണുക എന്ന്. അങ്ങനെ കാണുമ്പോഴാണ് എൻലൈറ്റ്മെൻറ്റിലേക്കുള്ള പാത്ത് നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റുക, ബോധോദയം ഉണ്ടാവുമെന്ന്. ഇറ്റ് ഇൻവോൾവ്സ് ദ ഡെഡിക്കേഷൻ ഓഫ് ഓൾ വർക്ക് ആസ് ആൻ ഓഫറിംഗ് വിത്ത് നോ തോട്ട് ഓഫ് പേഴ്സണൽ റിവാർഡ്. പേഴ്സണൽ റിവാർഡ് എന്ന് ഒരു ചിന്തയെ നമ്മളിലേക്ക് വരാൻ പാടില്ല. നമ്മളുടെ ഓരോ വർക്കും എൻ്റയർ ഹ്യൂമാനിറ്റിക്കുള്ള ഒരു സർവീസ്, ഒരു ഓഫറിംഗ് ആയിട്ട് കണ്ട് നമ്മൾ വർക്ക് ചെയ്യുക. അതാണ് കർമ്മയോഗയിൽ പറയുന്നത്. കർമ്മയോഗ ഇൻ വർക്ക് പ്ലേസ്. ഇനി ഈ വർക്ക് പ്ലേസിൽ കർമ്മയോഗ എങ്ങനെ പ്രാക്ടിക്കലാക്കാം, അല്ലെങ്കിൽ വർക്ക് പ്ലേസിലെ കർമ്മയോഗ അതിൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. ഒന്നാമത്തേത് റൈറ്റ് ആറ്റിറ്റ്യൂഡ്. പേഴ്സണൽ ഗെയിൻ എന്നത് മാത്രം ചിന്തിക്കാതെ തിങ്ക് ഓഫ് യുവർ വർക്ക് ആസ് എ കോൺട്രിബ്യൂഷൻ ടു സൊസൈറ്റി. സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്ന ഒരു കോൺട്രിബ്യൂഷനായിട്ട് വർക്കിനെ കാണുക, വിത്തൗട്ട് എക്സ്പെക്റ്റിംഗ് എനിത്തിങ് ഇൻ റിട്ടേൺ. ഇറ്റ് അലോസ് ഫോർ ബെറ്റർ വർക്ക് ഫ്ലോ മെൻറ്റാലിറ്റി. രണ്ടാമത്തേത് റൈറ്റ് മോട്ടീവാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ഷനും ഗുഡ്നെസ് ഓഫ് സൊസൈറ്റി. വി ഷുഡ് ഡു ദ വർക്ക് ഓർ ആക്ഷൻ ഫോർ ദ ഗുഡ്നെസ് ഓഫ് സൊസൈറ്റി. അതാണ് ഇവിടെ പറയാം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മോട്ടീവ് നല്ലതാണെങ്കിൽ സൊസൈറ്റിക്കും അത് ഗുഡായിട്ട് വരും. സോ വർക്ക് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും വെക്കേണ്ട മോട്ടീവ് എന്താണ്? സൊസൈറ്റിക്ക് ഗുഡായിട്ട് വരണം. ആ ഒരു ചിന്ത വെച്ചിട്ട് വേണം നമ്മുടെ ആക്ഷൻ ചെയ്യാൻ എന്നാണ് പറയുക. ഗീവ് അപ്പ് റിസൾട്ട്സ്, ഡിറ്റാച്ച്മെൻറ്റ് ഫ്രം റിസൾട്ട്സ്. ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക. സെർവ് ദ സെൽഫ് ഇൻ ഓൾ. കർമ്മയോഗ ടീച്ചേഴ്സ് അസ് ടു ബി സെൽഫ്ലെസ് ആയിട്ട് വർക്ക് ചെയ്യുക, പേഴ്സണൽ ഗെയിൻസ് ഒന്നും മുന്നിൽ കാണാതെ. ബൈ ഡിറ്റാച്ചിങ് ourselves ഫ്രം ദ ഫ്രൂട്ട്സ് ഓർ റിസൾട്ട്സ്. അതിലൂടെ നമ്മൾ എന്തു പഠിക്കുന്നുണ്ട്? നമ്മുടെ ഈഗോയെ മാറ്റി നിർത്താനും പഠിക്കുന്നുണ്ട്. ഇനി വർക്ക് എത്തിക്സ് ആണ് നോക്കാനുള്ളത്. വർക്ക് പ്ലേസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് മോറൽ ആൻഡ് ലീഗൽ ഗൈഡ് ലൈൻസ് ആണ്. ഒരു ഓർഗനൈസേഷൻ അബൈഡ് ചെയ്യുന്ന സെറ്റ് ഓഫ് മോറൽ ആൻഡ് ലീഗൽ ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ വർക്ക് പ്ലേസ് എത്തിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. വർക്ക് പ്ലേസ് എത്തിക്സ് ഗൈഡ് ഹൗ ഓർഗനൈസേഷൻസ് സെർവ് ദെയർ ക്ലയൻറ്റ്സ് ആൻഡ് ഹൗ ദേ ട്രീറ്റ് ദെയർ എംപ്ലോയീസ്. ഒരു വർക്ക് പ്ലേസിലെ ആ വർക്ക് പ്ലേസ് ഫ്ലറിഷ് ചെയ്യുന്ന എത്തിക്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ ആ ഓർഗനൈസേഷൻ ക്ലയൻസിനെ എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്നും എംപ്ലോയീസിനോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. വർക്ക് പ്ലേസിൽ ഫോളോ ചെയ്യുന്ന എത്തിക്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ നല്ല എത്തിക്കലായിട്ടുള്ള ഒരു വർക്ക് പ്ലേസിൽ ക്ലയൻസിനെ ഗുഡായിട്ട് സെർവ് ചെയ്യും. എംപ്ലോയീ സാറ്റിസ്ഫാക്ഷനൊക്കെ ഹൈ ആയിരിക്കും.
വർക്ക് എത്തിക്സ് ഡ്രൈവ്സ് പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നുണ്ട്, എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ കൂട്ടുന്നുണ്ട്, കമ്പനിയുടെ റെപ്യൂട്ടേഷൻ കൂട്ടുന്നുണ്ട്, സൊസൈറ്റിയിൽ കമ്പനിക്കുള്ള പേര് നല്ലതാക്കും അല്ലെങ്കിൽ വളർത്തുന്നു. പീപ്പിൾ വിത്ത് വർക്ക് എത്തിക് ഹാവ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻറ്റഗ്രിറ്റി, ഓണസ്റ്റി ആൻഡ് ദേ മേ ബി ഫെയർ ആൻഡ് പൊളൈറ്റ് ടുവേർഡ്സ് അതേഴ്സ്. വർക്ക് എത്തിക്സ് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഗുഡ് എത്തിക്സ് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി ഓണസ്റ്റ് ആയിരിക്കും, മറ്റുള്ളവരെ ഫെയർ ആയിട്ടും പൊളൈറ്റായിട്ടും മറ്റുള്ളവരോട് പെരുമാറും, കാര്യങ്ങളെ ഫെയർ ആയിട്ട് ഡീൽ ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. Quality of work life is more of a mental attitude. The inner satisfaction of having done one's work according to the best of one's ability and capacity. ഒരാളുടെ കപ്പാസിറ്റിക്ക് അനുസൃതമായിട്ട് ഒരു കാര്യത്തെ 100% നീതി പുലർത്തി ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു ഇന്നർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതിനെയാണ് ഇവിടെ പറയുന്നത്. ആ ഒരു മെൻ്റൽ ആറ്റിറ്റ്യൂഡിനെയാണ് ഇവിടെ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് കൊണ്ട് മീൻ ചെയ്യുക. ഇറ്റ് ഈസ് നോട്ട് ഫുൾഫില്ലിങ് വൺസ് ഈഗോ. ഒരാളുടെ ഈഗോ ഫുൾഫിൽമെൻ്റ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഇറ്റ് ഈസ് അച്ചീവിങ് എ സെൻസ് ഓഫ് ജോയ് ഫ്രം എ ജോബ് വെൽ ഡൺ. നമ്മൾ നന്നായിട്ടൊരു ജോലി ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു സെൻസ് ഓഫ് ജോയ്, അതിനെയാണ് വർക്ക് ലൈഫ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. നമ്മൾ ചെയ്യുന്ന ആ ജോബിനെ എൻജോയ് ചെയ്ത് ചെയ്യുക. എന്ത് ജോലിയും ആവട്ടെ അതിൽ നമ്മളൊരു സന്തോഷം കണ്ടെത്തുക, അതാണ് ഇവിടെ പറയുക. ആസ് എ സെൻസ് ഓഫ് പ്രൈഡ് ആൻഡ് ഡിഗ്നിറ്റി ഇൻ വൺസ് ജോബ് ഹവർ സ്മോൾ ഓർ ഇൻസിഗ്നിഫിക്കൻറ്റ് ഇറ്റ് മേ ബി. എത്ര ചെറിയ ജോലിയാണെങ്കിലും അത് നമ്മൾ നല്ല സന്തോഷത്തോടെ ചെയ്തു തീർക്കുക, എങ്കിൽ മാത്രമേ നമുക്കൊരു ഇന്നർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയുള്ളൂ. ഇറ്റ് ഈസ് ട്രൈങ് ടു ഗ്രോ ഓൺ ദ ജോബ് ആൻഡ് അച്ചീവ് സക്സസ്, not to exhibit or display but more for one's own growth and self development. ഇതിങ്ങനെ കുറേ പേരോട് പറഞ്ഞുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമില്ല. ഞാൻ എൻ്റെ ജോലി നന്നായിട്ട് ചെയ്തു എന്ന് ഒരു 4 ആൾ അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്നാൽ ഒരു എക്സിബിഷന് വേണ്ടിയിട്ടല്ല, മറിച്ച് നമുക്ക് നമ്മളോട് തന്നെ ഒരു ബഹുമാനമൊക്കെ തോന്നാൻ, നമ്മുടെ സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, വൺസ് ഓൺ ഗ്രോത്തിന് വേണ്ടിയിട്ട്. എക്സിബിറ്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേ, നമ്മുടെ സക്സസ് ഡിസ്പ്ലേ ചെയ്യുക എന്നതിലുപരി നമ്മൾക്ക് ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ, ഒരു ഇന്നർ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക എന്നതാണ് ഈ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി എത്തിക്സ് ഇൻ വർക്ക് പ്ലേസ്. ഒരു വർക്ക് പ്ലേസിൽ വേണ്ടതായിട്ടുള്ള ചില എത്തിക്കൽ നോഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ചില മോറൽ വാല്യൂസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഒന്ന്, ഇൻറ്റഗ്രിറ്റി ആൻഡ് ഓണസ്റ്റി. എംപ്ലോയീസ് ട്രൂത്ത്ഫുൾ ആയിരിക്കണം ഇൻ ദെയർ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ആക്ഷൻസ്, അവോയ്ഡിങ് ഡിസീറ്റ് ഓർ മിസ്റെപ്രസെൻറ്റേഷൻ. സത്യസന്ധത, അതാണ് ഇവിടെ ഉദ്ദേശിക്കുക. പിന്നെ ഫെയർനെസ്, ഡിസിഷൻസ് ഫെയർ ആയിരിക്കണം, മെറിറ്റിൻ്റെയും ഇക്വാലിറ്റിയുടെയും ബേസിസിൽ ഫോം ചെയ്തിരിക്കുന്ന ഡിസിഷൻസ് ആയിരിക്കണം. അവിടെ ഫേവറിറ്റിസവും ഡിസ്ക്രിമിനേഷനും ഒന്നും പാടില്ല. പിന്നെ റെസ്പെക്റ്റ്, ഇൻ്ററാക്ഷൻസ് ഷുഡ് ബി കണ്ടക്റ്റഡ് വിത്ത് റെസ്പെക്റ്റ്. മറ്റുള്ളവരെ ബഹുമാനിക്കുക, അവരുടെ ഒപ്പീനിയൻസിനെ മാനിക്കണം, അവരുടെ റൈറ്റ്സിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, അവരുടെ ബൗണ്ടറീസ് നമ്മൾ ക്രോസ് ചെയ്യരുത്, അവർക്ക് വേണ്ട സ്പേസ് ഒക്കെ കൊടുക്കുക. റെസ്പോൺസിബിലിറ്റി, എംപ്ലോയീസ് ഷുഡ് ടേക്ക് അക്കൗണ്ടബിലിറ്റി ഫോർ ദെയർ ആക്ഷൻസ് ആൻഡ് ഡിസിഷൻസ് ആൻഡ് ബി പ്രൊആക്റ്റീവ് ഇൻ അഡ്രസ്സിങ് മിസ്റ്റേക്സ് ഓർ ഇഷ്യൂസ്. റെസ്പോൺസിബിൾ ആയിരിക്കുക. എംപ്ലോയീസ് മാനേജ്മെൻറ്റിനോട് അക്കൗണ്ടബിൾ ആയിട്ട് ഉണ്ടാവണം. അവർ ചെയ്യേണ്ട കാര്യങ്ങളെ നന്നായിട്ട് ചെയ്യുക. അവരുടെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ടാവുകയാണെങ്കിൽ അത് പറഞ്ഞു തരുമ്പോൾ അത് ആ മിസ്റ്റേക്സൊക്കെ മാറ്റി കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. തെറ്റായി ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യരുത്. അതൊക്കെയാണ് ഇവിടെ പറയാം. റെസ്പോൺസിബിൾ ടുവേർഡ്സ് വർക്ക്, അത് എംപ്ലോയീസ് ആയിക്കോട്ടെ മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, റെസ്പോൺസിബിലിറ്റി എന്ന ഒരു ഘടകം മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ കംപ്ലയൻസ്, അഡ്ഹറൻസ് ടു ലോസ്, റെഗുലേഷൻസ് ആൻഡ് കമ്പനി പോളിസീസ്. കമ്പനിയുടെ നിയമങ്ങളെയും പോളിസീസിനെയും ഒക്കെ ഫോളോ ചെയ്യണം, ഒബേ ചെയ്യണം. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. അത് കമ്പനിയുടെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ കോൺഫിഡൻഷ്യാലിറ്റി, സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊട്ടക്റ്റ് ചെയ്യണം. അത്
ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസുമായിട്ട് മാത്രമേ ഷെയർ ചെയ്യാവുള്ളൂ. അൺനെസസറി ആയിട്ട് ഇൻഫോർമേഷൻസ് ലീക്കൊന്നും ചെയ്യാൻ പാടില്ല. ട്രാൻസ്പെറൻസി, ഓർഗനൈസേഷൻസ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം റിഗാർഡിംഗ് പോളിസീസ്, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആൻഡ് ബിസിനസ് പ്രാക്ടീസസ്. എംപ്ലോയീസിനോടും പിന്നെ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരോടും കമ്പനിയുടെ പോളിസീസൊക്കെ ആദ്യമേ തന്നെ പറയണം. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരാനായിട്ട് പാടില്ല. കംപ്ലയിൻറ്റ് മെക്കാനിസംസ് ഒക്കെ ഉണ്ടാക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ ഫങ്ഷനിങ് സ്മൂത്ത് ആയിരിക്കുള്ളൂ. ഇനി ഉള്ള മറ്റൊരു പ്രധാന മേഖലയാണ് സ്ട്രെസ്. വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന സ്ട്രെസ്. എങ്ങനെയാണ് സ്ട്രെസ് ഉണ്ടാവുക അത്. അപ്പം ആദ്യം നമ്മൾ സ്ട്രെസ് എന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്ട്രെസ് അറ്റ് ദ വർക്ക് പ്ലേസ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു മാനസിക പിരിമുറുക്കത്തിനെയാണ് സ്ട്രെസ് എന്ന് പറയുക. അത് വർക്ക് പ്ലേസിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ വർക്ക് പ്ലേസിലെ സ്ട്രെസ് എന്താണ്, അതാണ് ഫസ്റ്റ് ഇവിടെ പറയുക. വർക്ക് പ്ലേസിലെ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഓർ ഫിസിക്കൽ സ്ട്രെയിൻ എക്സ്പീരിയൻസ്ഡ് ബൈ എംപ്ലോയീസ് ഡ്യൂ ടു വേരിയസ് ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു ദെയർ ജോബ്. ജോലി സംബന്ധമായിട്ട് ഒരു എംപ്ലോയി വർക്ക് പ്ലേസിൽ നേരിടുന്ന ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ സ്ട്രെയിനിനെ, ആ ഒരു പിരിമുറുക്കത്തെയാണ് സ്ട്രെസ് എന്ന് വിളിക്കാം. സ്ട്രെസ്, വർക്ക് പ്ലേസിലെ സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു കോമൺ ഇഷ്യൂ ആണ് ആൻഡ് ക്യാൻ അറൈസ് ഫ്രം വേരിയസ് ഫാക്ടേഴ്സ് ലൈക്ക് വർക്ക് ലോഡ്, ടൈറ്റ് ഡെഡ് ലൈൻസ്, കോൺഫ്ലിക്ട്സ് വിത്ത് കൊളീഗ്സ്, അൺക്ലിയർ എക്സ്പെക്റ്റേഷൻസ്. അങ്ങനെ പല കാരണം കൊണ്ട് ഒരു എംപ്ലോയി സ്ട്രെസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. ഇനി ഈ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോവാണ് വർക്ക് പ്ലേസ് സ്ട്രെസ്സിന് കാരണമാകുന്ന ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്ക് പ്ലേസ് സ്ട്രെസ്. ഒന്ന് വർക്ക് ലോഡാണ്. എക്സസീവ് ആയിട്ടുള്ള അൺറിയലിസ്റ്റിക് ഡെഡ് ലൈൻസ് ഉള്ള വർക്ക്സ്, ടാസ്ക് എംപ്ലോയീസിന് കൊടുക്കുന്നു. അത് സ്ട്രെസ്ഫുള്ളാണ്. 4 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ടാസ്ക് 1 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞ് കൊടുക്കുമ്പോൾ ആ എംപ്ലോയി അനുഭവിക്കുന്ന ഇമോഷണൽ സ്ട്രെയിൻ, അതിനെ സ്ട്രെസ് എന്ന് പറയാം. പിന്നെ ജോബ് സെക്യൂരിറ്റി, അൺസർട്ടനിറ്റി അബൌട്ട് വൺസ് പൊസിഷൻ ഓർ ഫ്യൂച്ചർ വിത്ത് ദ കമ്പനി ക്യാൻ ക്രിയേറ്റ് ആൻസിറ്റി. ഒരു എംപ്ലോയിക്ക് തൻ്റെ ആ കമ്പനിയിൽ തനിക്കുള്ള ആ പൊസിഷനിൽ ഒരു അൺസർട്ടനിറ്റി ഫീൽ ചെയ്യുക. ഫ്യൂച്ചറിൽ തനിക്ക് പ്രൊമോഷനൊക്കെ കിട്ടുമോ, അതോ ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും പോവുക, അതോ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുമോ, അങ്ങനത്തെ ഒരു അൺസർട്ടനിറ്റി നിലവിൽ ഉണ്ടെങ്കിൽ അതും ഒരു സ്ട്രെസ്സിന് കാരണമാകും. പിന്നെ റോൾ ആംബിഗ്വിറ്റി, ജോബ് എക്സ്പെക്റ്റേഷൻസ് അൺക്ലിയർ ആവുമ്പോൾ ഓർ റെസ്പോൺസിബിലിറ്റീസ് ക്യാൻ ലീഡ് ടു കൺഫ്യൂഷൻ. അതായത് അൺക്ലിയർ ആയിട്ടുള്ള ജോബ് എക്സ്പെക്റ്റേഷൻസ് നിലവിലുള്ളപ്പോൾ, അൺക്ലിയർ റെസ്പോൺസിബിലിറ്റീസ് ഉള്ളപ്പോൾ അവിടെ കൺഫ്യൂഷനും സ്ട്രെസ്സും ഉണ്ടാകുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റാത്ത അവസ്ഥ. ഇനി ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്, കൊളീഗ്സുമായിട്ട് കോൺഫ്ലിക്ട്സ് ഉണ്ടാവുമ്പോൾ, സൂപ്പർവൈസേഴ്സുമായിട്ട് നമ്മൾ ഉടക്കുമ്പോൾ, പിന്നെ ലാക്ക് ഓഫ് സപ്പോർട്ട് ഉണ്ടാകുമ്പോഴൊക്കെ സ്ട്രെസ് ഉണ്ടാകുന്നു. പിന്നെ വർക്ക് എൻവയോൺമെൻറ്റ്, പുവർ ഫിസിക്കൽ കണ്ടീഷൻ, നോയ്സി അറ്റ്മോസ്ഫിയർ, ഇനാഡിക്വേറ്റ് റിസോഴ്സസ് ഒക്കെയുള്ള ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് സ്ട്രെസ്ഫുൾ ആയിരിക്കും. അവർക്ക് അവരുടെ ജോലിയിൽ കൂടുതൽ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവും. പിന്നെ മാനേജ്മെൻറ്റ് സ്റ്റൈൽ, മൈക്രോ മാനേജ്മെൻറ്റ് അഥവാ ലാക്ക് ഓഫ് ഫീഡ്ബാക്ക് ഉള്ള ഒരു മാനേജ്മെൻ്റ് ആണെങ്കിൽ അവിടെ സ്ട്രെസ് കൂടുതലായിട്ടുണ്ടാവും. ഒരാൾ ചെയ്യുന്ന ജോലിക്ക് പ്രോപ്പർ ഫീഡ്ബാക്ക് കൊടുക്കണം, എങ്കിൽ മാത്രമേ അയാൾക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ വരുമ്പോൾ അവിടെ പ്രൊഡക്ടിവിറ്റി കുറയും. പിന്നെ വർക്ക് ലൈഫ് ബാലൻസ്, ജോബും ഫാമിലി ലൈഫും അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ അവിടെ ലീഡ് ടു ബേൺ ഔട്ട്. പിന്നെന്താ മെൻ്റൽ സ്ട്രെയിനൊക്കെ ഉണ്ടാവുന്നു. അപ്പോൾ അതൊരു സ്ട്രെസ്സിന് കാരണമാകുന്നുണ്ട്. പിന്നെ കരിയർ ഡെവലപ്മെൻറ്റ്, ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റി, അഡ്വാൻസ് ചെയ്യാൻ ഒരാൾക്ക് പ്രൊഫഷണലി അഡ്വാൻസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവാണെങ്കിൽ പ്രൊഫഷണൽ ഗ്രോത്ത് അവിടെ നടക്കില്ല. അപ്പം അതും സ്ട്രെസ്സിന് കാരണമാകുന്നുണ്ട്. കുറേ കാലമായിട്ട് ഒരേ പദവിയിലിരിക്കുകയാണ്, പ്രൊമോഷനൊന്നും കിട്ടുന്നില്ല, അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ആ എംപ്ലോയിക്ക് മനസ്സ് മടുക്കും. അത് സ്ട്രെസ്സിന് കാരണമാകുന്നു. പിന്നെ ഓർഗനൈസേഷണൽ കൾച്ചർ, ടോക്സിക് ആയിട്ടുള്ള ഹൈ പ്രഷർ വർക്ക് കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനിൽ
സ്ട്രെസ് ലെവൽ വളരെ ഹൈ ആയിരിക്കും. പിന്നെ ചേഞ്ച് ആൻഡ് അൺസർട്ടനിറ്റി, ഓർഗനൈസേഷണൽ ചേഞ്ചസ് അഥവാ ഷിഫ്റ്റ്സ് ഇൻ കമ്പനി സ്ട്രാറ്റജി പ്രോപ്പറായിട്ട് എംപ്ലോയീസിലേക്ക് എത്തിയില്ലെങ്കിൽ അവിടെ അൺസെറ്റിലിംഗ് ഉണ്ടാകുന്നു, സ്ട്രെസ്സിന് കാരണമാകുന്നു. സോ ഇതാണ് ഫാക്ടേഴ്സ്, സം ഓഫ് ദ മേജർ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട്സ് വർക്ക് പ്ലേസ് സ്ട്രെസ്. ഇനിയുള്ളത് എഫക്ട്സ് ഓഫ് വർക്ക് പ്ലേസ് സ്ട്രെസ് ആണ്. ഈ സ്ട്രെസ്സ് ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ ഇപ്പോൾ ഫിസിക്കൽ ആയിക്കോട്ടെ മെൻ്റൽ ആയിക്കോട്ടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരിക. ഒന്ന്, ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. സ്ട്രെസ് ഉണ്ടായി കഴിയുമ്പോൾ ഹെൽത്ത് പ്രോബ്ലംസ് കൂടും. ഹെഡ് ഏക്സ്, ഹൈ ബ്ലഡ് പ്രഷർ, കാർഡിയോ വസ്കുലാർ ഇഷ്യൂസ്, വീക്കൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം, ഇങ്ങനെ പല കാരണങ്ങൾക്ക് ഈ സ്ട്രെസ്സ് കാരണമാകുന്നുണ്ട്. പിന്നെ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ്, ആൻസിയറ്റി, ഡിപ്രഷൻ, ബേൺ ഔട്ട്, പിന്നെ അതർ മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ്, അതൊക്കെ സംഭവിക്കുന്നു. ഡിക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി കുറയും. സ്ട്രെസ് ഓഫൻ റിസൾട്ട്സ് ഇൻ റെഡ്യൂസ്ഡ് ഫോക്കസ് ആൻഡ് എഫിഷ്യൻസി. അതെന്തിന് കാരണമാകുന്നു? ലോവർ ഓവറോൾ പ്രൊഡക്ടിവിറ്റി ആൻഡ് പെർഫോമൻസ്. കാരണം ഉറക്കമൊക്കെ കുറവായിട്ട് വരും. അത് ക്ഷീണം, ഇമ്മ്യൂൺ സിസ്റ്റം കുറയുന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അത് പ്രൊഡക്ടിവിറ്റിയെ നെഗറ്റീവായിട്ട് ബാധിക്കും. പിന്നെ ഇൻക്രീസ്ഡ് ആബ്സെൻറ്റീസം, എംപ്ലോയീസ് ഒരുപാട് ലീവൊക്കെ എടുക്കാൻ തുടങ്ങും ഈ സ്ട്രെസ് ലെവൽ കൂടുമ്പോൾ. കാരണം അവർക്ക് അസുഖങ്ങൾ പിടിപെടും, സിക്ക് ഡേയ്സ് ഒക്കെ കൂടും. അപ്പോൾ അവരങ്ങനെ ലീവ് എടുക്കുന്നു. അത് ഓവറോൾ ടീം പെർഫോമൻസിനെ ബാധിക്കുന്നു. ഹയർ ടേൺ ഓവർ റേറ്റ്സ്, ഹൈലി സ്ട്രെസ്ഡ് ആയിട്ടുള്ള വർക്കുകൾ മാത്രം കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയി ഒരുപാട് കാലം നിൽക്കില്ല. ജോബ് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ കമ്പനി വിട്ട് അവർ വേറെ കമ്പനി തേടി പോവും. അത് ഓർഗനൈസേഷനിൽ കോസ്റ്റ്ലി ആയിട്ട് വരും. അവർക്ക് എക്സ്പെൻസ് കൂടും. കാരണം വീണ്ടും ഇൻ്റർവ്യൂ ഒക്കെ നടത്തണ്ടേ. അപ്പോൾ അത് ഓർഗനൈസേഷനെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ഒക്കെ വഴിയൊരുക്കും. ടേൺ ഓവർ എന്നാൽ പിരിഞ്ഞു പോകും, ഒരുപാട് എംപ്ലോയീസ് പിരിഞ്ഞു പോകാൻ ഇടയാക്കുന്നു. പിന്നെ പുവർ ജോബ് സാറ്റിസ്ഫാക്ഷൻ, ഹൈ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഒട്ടും ഉണ്ടാവില്ല. ഓവറോൾ മോറൽ diminished job satisfaction and overall morally affecting employee engagement and motivation. പിന്നെ strained relationships, stress can lead to conflicts and strained relationships. കൊളീഗ്സുമായിട്ട് ഒട്ടും രസമില്ലാതെ ആയിരിക്കും നമ്മൾ വർക്ക് ചെയ്യുക, അവരുമായിട്ട് എപ്പോഴും അടിയായിരിക്കും. അത് ടീം വർക്കിനെയും കൊളാബറേഷനെയും ഒക്കെ ബാധിക്കും. സോ ഇതൊക്കെയാണ് എഫക്ട്സ് ഓഫ് വർക്ക് പ്ലേസ് സ്ട്രെസ് ആയിട്ട് ഇവിടെ പറയുക. ഇനി എങ്ങനെയാണ് ഈ വർക്ക് പ്ലേസ് സ്ട്രെസ് ഓവർകം ചെയ്യുക? അതിന് ഒരുപാട് ഒന്ന് രണ്ട് ഘടകങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ ഇൻഡിവിജ്വൽ സ്ട്രാറ്റജീസ് ആണ്. ഈ സ്ട്രെസ് ഓവർകം ചെയ്യാനുള്ള ഇൻഡിവിജ്വൽ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? ടൈം മാനേജ്മെൻറ്റ്, പ്രയോറിറ്റൈസ് ടാസ്ക്, ബ്രേക്ക് വർക്ക് ഇൻ ടു മാനേജബിൾ ചങ്ക്സ്. ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ കിട്ടുന്ന ടാസ്കിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. പിന്നെ റിയലിസ്റ്റിക് ഡെഡ് ലൈൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ടു അവോയ്ഡ് ഫീലിംഗ് ഓവർവെൽംഡ്. ഇത് മാനേജ്മെൻറ്റിനോട് പറയുന്ന കാര്യമാണ് കേട്ടോ. മാനേജ്മെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ടൈം മാനേജ്മെൻറ്റ്. അതായത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ടാസ്ക് പ്രൊവൈഡ് ചെയ്യുക വിത്ത് പ്രോപ്പർ ഡെഡ് ലൈൻസ്. പിന്നെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഒരു ബാലൻസ്ഡ് ഡയറ്റൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യണം. ആഡിക്വേറ്റ് സ്ലീപ്പ് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇതൊക്കെ സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കും. റിലാക്സേഷൻ ടെക്നിക്സ്, മൈൻഡ്ഫുൾനെസ്, മെഡിറ്റേഷൻ, ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസസ് ഒക്കെ നമ്മൾ ചെയ്യുക. നമ്മൾ കൂടുതൽ റിലാക്സ്ഡ് ആവുക. നമ്മളെ റിലാക്സ് ആക്കുന്നത് എന്താണോ ആ കാര്യങ്ങളിലേക്ക് നമ്മൾ സമയം കണ്ടെത്തണം. സീക്ക് സപ്പോർട്ട്, സൂപ്പർവൈസേഴ്സിനോട് സംസാരിക്കുക, HR റെപ്രസെൻറ്റേറ്റീവ്സിനോട് സംസാരിക്കുക. നമുക്ക് എന്തെങ്കിലും സപ്പോർട്ടൊക്കെ വേണമെങ്കിൽ അവരോട് ചോദിക്കുക. അവരിങ്ങോട്ട് തന്നില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ സപ്പോർട്ട്, കൗൺസിലിംഗ് ഒക്കെ വേണമെങ്കിൽ തേടുന്നത് നല്ലതായിരിക്കും. പിന്നെ സെറ്റ് ബൗണ്ടറീസ്, നോ പറയേണ്ടടുത്ത് നോ പറയാൻ പഠിക്കുക. ആൻഡ് സെറ്റ് ക്ലിയർ ബൗണ്ടറീസ് ടു അവോയ്ഡ് ടേക്കിംഗ് ഓൺ ടു മച്ച് വർക്ക്. എന്ത് വർക്ക് തന്നാലും ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങോട്ട് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് അവസാനം പണി വരിക. അപ്പം നോ പറയേണ്ടടുത്ത് നോ പറയാനായിട്ട് പഠിക്കണം. ടേക്ക് ബ്രേക്സ്, റെഗുലർ ബ്രേക്സ് ഒക്കെ എടുക്കുക. പിന്നെ വീക്കെൻഡുകളൊക്കെ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളിലേക്ക് കുറച്ച് സമയം നമ്മൾ കണ്ടെത്തണം. അത് നമ്മുടെ മൈൻഡ് ഫ്രീ ആക്കുന്നു, അത് സ്ട്രെസ് കുറയ്ക്കാൻ കാരണമാകുന്നു.
ഇനി ഓർഗനൈസേഷണൽ ചേഞ്ചസ്, രണ്ടാമത്തെ ഒരു സ്ട്രാറ്റജിയാണ് ഓർഗനൈസേഷണൽ ചേഞ്ചസ്. എന്തൊക്കെ ചേഞ്ചസ് ആണ് ഒരു ഓർഗനൈസേഷനിൽ വരുത്താൻ പറ്റുക? ഇംപ്രൂവ് വർക്ക് എൻവയോൺമെൻറ്റ്, ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള വർക്ക് പ്ലേസ് കൾച്ചർ ഉണ്ടാക്കിയെടുക്കുക. അത് എംപ്ലോയീസിന് എന്താ, എംപ്ലോയീസ് ഫീൽ വാല്യൂഡ് ആൻഡ് റെസ്പെക്റ്റഡ്, അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നും ഇങ്ങനെ ആക്കുവാണെങ്കിൽ. പിന്നെ പ്രൊവൈഡ് റിസോഴ്സസ്, ആ വർക്ക് കൊടുക്കുന്ന ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ തക്കതായിട്ടുള്ള റിസോഴ്സസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. കൗൺസിലിംഗ് സർവീസസ്, വെൽനസ് പ്രോഗ്രാംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ എൻകറേജ് വർക്ക് ലൈഫ് ബാലൻസ്, ഫ്ലെക്സിബിൾ വർക്ക് ഷെഡ്യൂൾസ് കൊടുക്കണം എംപ്ലോയീസിന്. അത് എംപ്ലോയീസിനെ എൻഷുർ എംപ്ലോയീസ് ഹാവ് ടൈം ടു റീചാർജ് ഔട്ട്സൈഡ് ഓഫ് വർക്ക്. അത് കുറച്ച് ബ്രേക്ക് ടൈം ഒക്കെ കൂട്ടി കൊടുക്കുക. അതായത് ഒരുപാട് അങ്ങോട്ട് പണിയെടുപ്പിക്കാതെ ഫ്ലെക്സിബിൾ വർക്ക് ഷെഡ്യൂൾസ്, അവർക്ക് ഒന്ന് റീചാർജ് ചെയ്യാനുള്ള സമയം, റിഫ്രഷ്മെൻറ്റ് ടൈമൊക്കെ കൊടുക്കുക. ട്രെയിൻ മാനേജേഴ്സിനെ ട്രെയിൻ ചെയ്യിക്കണം. സ്ട്രെസ് മാനേജ്മെൻ്റ് ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിലൊക്കെ മാനേജറിനെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. എങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് ആ ടീമിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് നയിച്ചുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഫോസ്റ്റർ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ക്രിയേറ്റ് ചാനൽസ് ഫോർ എംപ്ലോയീസ് ടു എക്സ്പ്രസ് കൺസേൺസ് ആൻഡ് പ്രൊവൈഡ് ഫീഡ്ബാക്ക്. ഓപ്പൺ കമ്മ്യൂണിക്കേഷന് വേണ്ട ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. അവർക്ക് എംപ്ലോയീസിന് പറയാനുള്ള കാര്യങ്ങൾ മാനേജ്മെൻറ്റിനെ അറിയിക്കാൻ അവർക്കൊരു അവസരം കൊടുക്കണം. എങ്കിൽ മാത്രമേ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ, അതേ കമ്പനിക്ക് ഗ്രോത്തിന് കാരണമാവുള്ളൂ. ഇനി റിക്വസൈറ്റ്സ് ഫോർ എത്തിക്സ് ഗ്ലോബലി വേറൊരു ടോപ്പിക്കാണ്. അതിൽ കുറച്ച് പോയിന്റ്സ് പറയുന്നുണ്ട്. ഒന്ന്, റെസ്പെക്ട് ഫോർ ഹ്യൂമൻ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ അപ്ഹോൾഡ് ചെയ്യുക. ആൻഡ് ഫ്രീഡംസ് ഫോർ ഓൾ ഇൻഡിവിജ്വൽസ് ഇൻക്ലൂഡിങ് നോൺ ഡിസ്ക്രിമിനേഷൻ, ഇക്വാളിറ്റിയും നോൺ ഡിസ്ക്രിമിനേഷനും ഒക്കെ കൊണ്ടുവരണം വർക്ക് പ്ലേസിൽ. ഫ്രീഡം ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ ഒന്നും പാടില്ല. പിന്നെ ഇൻറ്റഗ്രിറ്റി ആൻഡ് ഓണസ്റ്റി, ട്രൂത്ത്ഫുൾനെസ് എൻഷുർ ചെയ്യുക. ട്രാൻസ്പെറൻസി, കമ്പനിയിൽ ട്രാൻസ്പെറൻസി ഉണ്ട് എന്നുറപ്പ് വരുത്തണം. ഇൻ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ട്രാൻസാക്ഷൻസ്, അവോയ്ഡിങ് ഡിസീറ്റ് ആൻഡ് മിസ്റെപ്രസെൻറ്റേഷൻ. പിന്നെ ഫെയർനെസ് ആൻഡ് ജസ്റ്റിസ് ഉറപ്പ് വരുത്തണം. ഇക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്, അഡ്രസ്സിങ് ഇനീക്വാലിറ്റീസ് ആൻഡ് എൻഷുറിങ് ഡിസിഷൻസ് ആർ മെയ്ഡ് ഇംപാർഷ്യലി. ഒരു പക്ഷപാതവും ഇല്ലാത്ത രീതിയിലുള്ള ഡിസിഷൻസ് ആണ് ഉണ്ടാക്കിയത്. ഒരു ഫേവറിറ്റിസം കടന്നു വരാൻ പാടില്ല. ഫെയർ ആയിരിക്കണം, ജസ്റ്റ് ആയിരിക്കണം ഡിസിഷൻസ്. അക്കൗണ്ടബിലിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഹോൾഡിംഗ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻസ് അക്കൗണ്ടബിൾ ഫോർ ദെയർ ആക്ഷൻസ് ആൻഡ് ഡിസിഷൻസ് ആൻഡ് എൻഷുറിംഗ് ദ ആക്ട് റെസ്പോൺസിബിൾ ഇൻ ദെയർ റോൾസ്. കംപ്ലൈൻസ് വിത്ത് ലോസ് ആൻഡ് റെഗുലേഷൻസ്, ഒരു കമ്പനിയിലെ ലീഗൽ സ്റ്റാൻഡേർഡ്സ്, റൂൾസ്, റെഗുലേഷൻസ് അതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇൻ ഡിഫറെൻറ്റ് ജൂറിസ്ഡിക്ഷൻസ് ടു എൻഷുർ ലോഫുൾ ആൻഡ് എത്തിക്കൽ കോണ്ടക്ട്, ഒരു കമ്പനിയിൽ മുമ്പോട്ട് വെക്കുന്ന റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലേ അവിടെ എത്തിക്കൽ കോണ്ടക്റ്റ് ഉണ്ടാവുള്ളൂ ആ കമ്പനിയിൽ. റെസ്പെക്ട് ഫോർ കൾച്ചറൽ ഡിഫറൻസസ്, പല കൾച്ചറിൽ നിന്നുള്ള ആളുകൾ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവും. ഡൈവേഴ്സ് വർക്ക് ഫോഴ്സ് ആയിരിക്കും ഒരു കമ്പനിയിൽ ഉണ്ടാവുക. സോ ആ കൾച്ചറൽ ഡിഫറൻസസിനെ റെസ്പെക്റ്റ് ചെയ്യണം. കൾച്ചറൽ നോംസ് ആൻഡ് പ്രാക്ടീസസ് വൈൽ മെയിൻറ്റെയിനിങ് കോർ എത്തിക്കൽ പ്രിൻസിപ്പിൾസ്, അതായത് എല്ലാ കൾച്ചറിനെയും റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ആ ഓർഗനൈസേഷൻ്റെ ഒരു പോക്ക്. ഡിസ്ക്രിമിനേഷൻ ഒന്നും പാടില്ല, കൾച്ചറിൻ്റെ പേരിൽ ഡിസ്ക്രിമിനേറ്റ് ഒന്നും ചെയ്യാൻ പാടില്ല എംപ്ലോയീസിനെ. സസ്റ്റൈനബിലിറ്റി ആൻഡ് എൻവയോൺമെൻറ്റൽ സ്റ്റ്യൂവർഡ്ഷിപ്പ്, committing to practices that protect and preserve environment for future generation. Sustainability, using resources carefully in the present without compromising the needs of future generation. അതാണ് ഇവിടെ പറയുക. സുസ്ഥിര സേവനമായിരിക്കണം ഒരു ഓർഗനൈസേഷൻ ഉറപ്പ് വരുത്തേണ്ടത്. അപ്പം ഇത്രയാണ് ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മെയിൻ പോയിന്റ്സ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Hope it's clear. Thank you for watching.